നല്ല സിനിമ, നല്ല ഭക്ഷണം രണ്ടിനും മനുഷ്യ മനസ്സിനെ തണുപ്പിക്കാനുള്ള കരുത്തുണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇഷ്ടഭക്ഷണം മുന്നിലേക്ക് എത്തുന്നത് പോലെ സന്തോഷകരമാണ് നല്ലൊരു സിനിമ കാണുന്നതും. ഭക്ഷണത്തെക്കുറിച്ചുള്ള സിനിമകളാണെങ്കിൽ മനുഷ്യന്റെ രണ്ട് രുചിമുകുളങ്ങളെ ഒരേ സമയം തൃപ്തിപ്പെടുത്തുന്ന ആയിരിക്കും. കേരള സ്റ്റോറി മലയാളികളുടെ ബീഫ് സ്നേഹത്വമൊക്കെ ഓൺലൈനിലും ഓഫ്‌ലൈനിലും ചർച്ചയാകുകയാണ്. ഇതാദ്യമായിട്ടല്ല മലയാളികളുടെ ബീഫ് സ്നേഹത്തിന്റെ വിദേശത്തിന്റെ ടൂളായി ഉപയോഗിക്കുന്നത്. മുമ്പെത്തുന്നത് പോലെ തന്നെ ഇത്തവണയും മലയാളികൾ ഒന്നടങ്കം ആ വെറുപ്പിന്റെ കുത്തൊഴുക്കിന് കുറുകെ കരുതലിന്റെ അണകെട്ടി ചേർത്ത് നിൽക്കുന്നു. മലയാളികൾക്ക് എന്തിനാണ് ബീഫിനോട് ഇത്ര സ്നേഹമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പലർക്കും പലതാകും. ഈ ഭ്രാന്തിന്റെ തുടക്കം എവിടെ എന്ന് ചോദിച്ചാൽ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നും അറിയില്ല. എങ്കിലും മലയാളികൾക്ക് ബീഫിനോടുള്ള ഒടുക്കത്തെ സ്നേഹം മലയാള സിനിമ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം മനസ്സിലേക്ക് വരിക ബേസിൽ ജോസഫ് ഒരുക്കിയ ഗോദയിലെ രംഗമായിരിക്കും. പഞ്ചാബിൽ വെച്ച് ബീഫ് കഴിക്കാൻ പറ്റാത്തത് വിഷമിച്ചിരിക്കുന്ന ആഞ്ജനേയദാസിനോട് "അതെന്താടാ നിങ്ങൾക്ക് മലയാളികൾക്ക് പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നെ" എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ടൊവിനോയുടെ മറുപടി അന്നും ഇന്നും മലയാളികളുടെ ബീഫും തമ്മിലുള്ള ബന്ധത്തിന്റെ ടാഗ് ലൈനാണ്. പൊറോട്ടയും ബീഫും എന്നാൽ മലയാളികൾക്ക് വെറുമൊരു ഭക്ഷണമല്ല, അതൊരു വികാരമാണ്. ആഞ്ജനേയദാസ് ബീഫ് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞ് കഴിക്കുമ്പോഴേക്കും ആരുടെ വായിലും വെള്ളമൂറും. ടൊവിനോ തോമസ് തന്നെ നായകനായ തല്ലുമാലിൽ എന്താണ് യഥാർത്ഥ ബീഫ് ഇറച്ചി എന്ന് വിശദീകരിക്കുന്ന രംഗവും കാണും. ഇറച്ചി എന്നാലേ അത് ബീഫ് ഇറച്ചിയാണെന്ന് റഹ്മാൻ ഒരുക്കിയ സിനിമയിൽ പറയുന്നത്. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 2003-ൽ സത്യൻ അന്തിക്കാട് മനസ്സിലണക്കരെ എന്നൊരു ബീഫിന്റെ കറിയുണ്ടാക്കുന്നുണ്ട്. ചട്ടിയിലിട്ട് വരട്ടെടുക്കുന്ന ബീഫ് ഒന്ന് മണത്തു നോക്കി ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ആകാമെന്ന് പറഞ്ഞ് ജയറാമിനെ നയിക്കുകയാണ് ഷീല. തനിക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, കൊളസ്ട്രോളാണെന്ന് ശബ്ദം താഴ്ത്തി പറയുന്ന ഷീലയോട് നസ്രാണികൾ ബീഫൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ കാണുന്നതാണ് കർത്താവിന് ഇഷ്ടമെന്ന് ജയറാം പറയുന്നുമുണ്ട്. ബീഫിനോടുള്ള മലയാളികളുടെ പൊതു സമീപനമാണ് ഇത്. ഇതേ സത്യനന്ദിക്കാണ്ട് തന്നെ സ്നേഹവീടിന്റെ വീട്ടുകാരെ എതിർത്ത് മറ്റൊരു വിവാഹം ചെയ്ത മകൾക്കും അച്ഛനുമിടയിൽ മധ്യസ്ഥക്കാരനാകുന്നതും ബീഫ് കടന്നു വരുന്നുണ്ട്. ബീഫ് എന്ന വാക്കിന് പോലും കത്രിക വീഴുന്ന കാലത്തും മലയാള സിനിമയ്ക്ക് ബീഫിന് ഇടമുണ്ട്. അങ്ങനെ ഒന്നായിരുന്നു 2022-ൽ ഇറങ്ങിയ വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ ഹൃദയത്തിലെ രംഗം. പ്രണവ് മോഹൻലാലും കല്യാണി പ്രദർശനം അവതരിപ്പിച്ച അരുണും നിത്യയും തങ്ങളുടെ പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ കടന്നുപോകുമ്പോൾ പങ്കിടുന്ന ബീഫും ബൺ പൊറോട്ടയുമാണ്. 2019-ൽ പുറത്തിറങ്ങിയ ജല്ലിക്കെട്ട് എന്ന ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രത്തിൽ കഥ തന്നെ അരയ്ക്കാൻ കൊണ്ടുപോകുന്ന പോത്ത് കയറ് പൊട്ടിച്ചോടുന്നതും ഒരു ഗ്രാമം അതിന് പിന്നെ പായുന്നതുമാണ്. ഇങ്ങനെ ബീഫ് പലതരത്തിൽ പല മെറ്റഫയറുകളായി കടന്നുവരുന്ന മലയാളം സിനിമകൾ ഒരുപാട് നിരവധികളുണ്ട്. മലയാളികളുടെ ജീവിതത്തിൽ വന്നതുപോലെ തന്നെ ആ സിനിമയിലും ബീഫ് അത്രമേൽ അലിഞ്ഞു ചേർന്നതാണ്. ആ ബന്ധത്തിലുള്ള പിള്ളേരുണ്ടാക്കുക അസാധ്യം തന്നെ.